പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ് ഇപ്പൊ എന്നെ പപ്പ പോയി. ഹലോ ഇടിച്ചെന്ന് പറഞ്ഞത് പോലീസുകാർ പിടിച്ചോണ്ട് പോയി ഇടിച്ചെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ദേഹം മൊത്തം വേദന, പിന്നെ ചുമയായങ്ങ് ശ്വാസം മുട്ടായി, ആള് മാറി എന്നെ അടിച്ചുമ്മാന്ന് പറഞ്ഞു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. കൊല്ലം കുണ്ടറയിൽ സിയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മരണം 2 ദിവസമായിട്ട് ഒരു വോയിസ് കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. വളരെ വൈകാരികമായിട്ട് ഒരു മകൾ ഒരു പോലീസുകാരനെ വിളിച്ചു പറയുന്ന ഒരു വോയിസ് ആണ്. എന്റെ പപ്പ പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട്, ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നും. കരഞ്ഞുകൊണ്ട് പോലീസുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ പപ്പയ്ക്ക് വയ്യാത്തതാണ്, നിങ്ങൾ കൊണ്ടുപോയി മറിച്ചത് കൊണ്ട് എന്റെ പപ്പ എന്ത് ചെയ്തു, എന്നെ വിട്ടു പോയി, നമുക്ക് ആരുമില്ലാതെ ആയി എന്ന് പറയുന്ന ഒരു വോയിസ്. ആ വോയിസ് നമുക്ക് ഇവിടെ വെക്കാം. അതിൽ ആ ഒരു സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ മകളും ഈ പറയുന്ന സിയാദിന്റെ പെൺസുഹൃത്ത് എന്നാ പറയുന്നത്, പെൺസുഹൃത്തുമായിട്ടൊരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഈ വിഷയം ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് ആ വോയിസ് വെക്കാമെന്നുള്ളത്. അല്ലെങ്കിൽ വേണ്ട, ആദ്യം നമുക്ക് ആ വോയിസ് കേട്ടതിന് ശേഷം വിഷയത്തിലേക്ക് കടക്കാം. ആ വോയിസ് ഇങ്ങനെയാണ്. സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ് ഇപ്പൊ എന്നെ പപ്പ പോയി. ഹലോ ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്നോ? അന്ന് സാർമാരത്തെ എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന്. ആണോ? അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ് ഇപ്പൊ എന്നെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നേ തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഠിച്ചിപ്പോ സീരിയസ് ആയിട്ട് കിടന്ന് ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. ആ ഒരു സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്കൊരു വേദന തോന്നും. ആ പെൺകുട്ടി കരഞ്ഞു പറയുകയാണ്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ സാറേ പപ്പയ്ക്ക് വയ്യാത്തതാണ് എന്നുള്ളത്. പപ്പ അന്നേ പറഞ്ഞു, എന്നെ കുളിച്ചു നിർത്തി ഇടിച്ചു. സാറിന് ഇപ്പൊ സമാധാനമായല്ലോ, എന്റെ പപ്പ പോയി, നമുക്കല്ലേ ആള് നഷ്ടപ്പെട്ടത്, സാറിനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഒരു ശ്രീജിത്തോ അങ്ങനെ എന്താ പറഞ്ഞ ഒരു കക്ഷിയെ വിളിക്കുന്ന ഒരു ഫോൺ കോൾ. സത്യം ആ ഫോൺ കോള് അത് കേൾക്കുമ്പോൾ ആ കൊച്ചിന്റെ ഉള്ളിലുള്ള ആ ഒരു ശബ്ദത്തിലുള്ള ആ ഒരു വേദന മനസ്സിലാകുമെന്നുള്ളതാണ്. മനസ്സിലായോ? ഇത് ഇനി വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഇവരുടെ വീട്ടിനടുത്തുള്ള ഒരു 13 വയസ്സുകാരൻ കാണാതാകുന്നു. അത് കഴിഞ്ഞ മാസം ജൂൺ 16-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 13 വയസ്സുകാരനെ കാണാതാകുന്നു. അവിടെയുള്ള ഈ 13 വയസ്സുകാരന്റെ സഹോദരി ഈ സിയാദിന്റെ പേരിൽ കേസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. മിക്സിംഗ് കേസ്, അതായത് ഈ പുള്ളിയാണ് കാണാതായതിന് പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കുന്നു. അതെന്തിനാണ് അങ്ങനെ ഒരു കേസ് കൊടുത്തത് എന്ന് എനിക്കൊരു പിടുത്തമില്ല. ഞാൻ ഒരുപാട് നോക്കി എന്തുകൊണ്ടാണ് ആ പെൺകൊച്ച് വന്ന് ഈ പുള്ളിയുടെ പേരിൽ കേസ് കൊടുത്തത് എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അങ്ങനെ ഈ കേസ് കൊടുത്തതിന്റെ ഫലമായിട്ട് അന്ന് രാത്രി തന്നെ 12 മണിക്ക് മുതൽ പോലീസുകാരെ അവരെ പൊക്കിക്കൊണ്ടുപോകും. സിയാദിനെ പൊക്കിക്കൊണ്ടുപോകും. അവിടെ വെച്ച് പോകുന്ന വഴിയാണ് സിയാദിന് മർദ്ദനമേൽക്കുന്നത് എന്നത്. അതായത് കുനിച്ചു നിർത്തി മുട്ടുകൊണ്ട് സിയാദിനെ നട്ടലിൽ ക്രൂരമായി മർദ്ദിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടുന്നു. അവിടെ ഈ പറയുന്ന സിയാദിന്റെ കുടുംബം ചെന്ന് പറയുന്നു, വയ്യാതിരിക്കുന്ന ആളാണ്, അവരൊന്നും ചെയ്യരുത്, പലവട്ടം ആവർത്തിച്ചു പറയുന്നു. ഇവരൊന്നും ചെവിക്കൊള്ളുന്നില്ല. പിറ്റേ ദിവസം ഈ പോയ പയ്യനില്ലേ, ഈ പയ്യനെ കാണാനില്ല. പയ്യന്റെ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം ഏതോ കൂട്ടുകാരനെ വിട്ടുപോയതാണ്. ആ പയ്യൻ തിരിച്ചു വരുന്നപ്പോൾ നമുക്ക് പറ്റിയത് അബദ്ധമാണ് എന്ന് കരുതി എന്ന് മനസ്സിലാക്കിയ പോലീസുകാരൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ സിയാദിനെ വെറുതെ വിടുന്നു എന്നുള്ളതാണ്. അതിനുശേഷം കുറച്ച് ദിവസം വരുമ്പോൾ സിയാദിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. സിയാദ് ഇത് ഹോസ്പിറ്റലൈസ് ആവുന്നു. അപ്പോഴാണ് അറിയുന്നത് സിയാദിന്റെ കുറുക്കിൽ ആ നട്ടലിന്റെ ആ ഭാഗത്ത് കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് അറിയുന്നു. അപ്പൊ അത് മാറ്റാൻ സമയത്ത് അത് വെള്ളമല്ല, അത് പഴുപ്പാണ് എന്നറിയും. അതായത് നട്ടലിൽ ഗുരുതരമായ പരിക്ക് പറ്റി അത് ഇൻഫെക്ഷനായി അവിടെ പഴുത്തു എന്നുള്ളതാണ്. ആലോചിക്കണം, പഴുത്ത്. അതായത് ഈ ഒരു പിടിച്ചുകൊണ്ടുപോയതിന് ഏതാണ്ട് 46 ദിവസത്തിന് ശേഷമാണ് സിയാദ് മരണപ്പെടുന്നത് എന്നുള്ളതാണ്. ആലോചിക്കണം, ഏതോ ഒരു പെൺകുട്ടി വന്നുള്ള ഒരു പരാതിയിൽ, ഒരു കള്ളപ്പരാതിയിൽ അതിനൊന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഈ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു എന്നുള്ളതാണ്. ആ മർദ്ദനം
അത്രമേല് ക്രൂരമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ പറയുന്ന നട്ടലിന് ക്ഷതമേറ്റ് അവിടെ പഴുക്കുക എന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കും. എന്നിട്ട് ഈ പുള്ളി വീണ്ടും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുന്നു. അങ്ങനെ കുറെ അവിടെ കിടന്ന് നരകിച്ചതിന് ശേഷമാണ് ഈ പെൺകുട്ടിയുടെ പപ്പ എന്നാ വിളിക്കുന്നത്. എനിക്ക് അവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. സിയാദിന്റെ ഉമ്മയുടെ ഇതൊക്കെ ഞാൻ വെച്ച് തരാം. സിയാദിന്റെ ഉമ്മ സംസാരിക്കുമ്പോൾ സിയാദ് ഒരു മുസ്ലിം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഉമ്മയാണല്ലോ. അപ്പോ ഈ പെൺകുട്ടി അതിനകത്ത് വിളിക്കുന്നത് പപ്പ എന്നാണ് എന്നുള്ളത്. അത് എന്തോ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇതിനകത്തുണ്ട്. മേ ബി സിയാദ് രണ്ടാമത് വിവാഹം കഴിച്ചതോ അങ്ങനെ എന്തോ ആണ് സംഭവം. അപ്പോ ഇതിന്റെ ഇടയിൽ സിയാദിന്റെ ഈ മകളും അതുമല്ല അവരുടെ ഒരു പെൺ സുഹൃത്ത് എന്നാ പറയുന്നത്, പെൺ സുഹൃത്തുമായിട്ട് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം കേൾക്കും. അതിന് മുമ്പേ വാർത്തയിൽ എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത് എന്ന് കൂടി കേൾക്കാം. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവം വിവാദമാകുന്നു. പോലീസ് മർദ്ദനമാണ് മരണകാരണമെന്ന കുടുംബം ആരോപിക്കുന്നു. കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. കൊല്ലം കുണ്ടറ സൊസൈറ്റി മുക്ക് സ്വദേശിയായ സിയാദാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 13 വയസ്സുകാരനായ സഹോദരനെ കാണാതായെന്ന പരാതിയെ തുടർന്ന് ജൂൺ 16 രാത്രി കുണ്ടറ പോലീസ് സിയാദിനെ കസ്റ്റഡിയിലെടുത്തു. കാണാതായ കുട്ടി മടങ്ങി വന്നതോടെ സിയാദിനെ കുണ്ടറ പോലീസ് തങ്ങൾക്ക് പറ്റിയ തെറ്റിദ്ധാരണ മൂലമാണെന്ന് കസ്റ്റഡിയിലെടുത്തതെന്ന് പറഞ്ഞു വിട്ടയച്ചു. അതിക്രൂരമായി പോലീസ് ജീപ്പിൽ വെച്ച് മർദ്ദിച്ചെന്ന് സിയാദിന്റെ പെൺ സുഹൃത്ത് സാലിയും 2 മക്കളും പറഞ്ഞു. പെൺസുഹൃത്ത് സാലിയും മക്കളും പറഞ്ഞു, പെൺമക്കളും പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ നിൽക്കുന്ന ഇടത് സൈഡിൽ ഇരിക്കുന്ന എന്തോ കയ്യെന്തോ വയ്യെന്നുള്ള ആ പെൺകുട്ടിയുടെ വോയിസ് ആണ് പുറത്തു വന്നത് എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ള വാർത്തയിൽ കേട്ടത് ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ അമ്മയും മക്കളും ഉൾപ്പെടെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി അവർക്ക് വേണ്ടിയിട്ട് സിയാദിനെ ഇറക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പരിശ്രമിച്ചതെന്നാണ് നമ്മൾ മറ്റു വാർത്ത. പക്ഷെ ഇതിനകത്ത് പറയുന്നത് ഭാര്യയല്ല, പെൺസുഹൃത്താണ് കൂടെ പോയത്. കൂടെ നടക്കുന്നത് പെൺസുഹൃത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. പൊട്ടലുണ്ട്, ഒരു ഭാഗത്തായിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വിട്ടത്, എന്തോ മരുന്നിന്റെ സ്റ്റിക്കറാണ്. ലെൻസിലോട്ട് ആവൂന്ന് പറഞ്ഞു. ശരീരം ബോഡി അനക്കല്ലു എന്നെല്ലാം പറഞ്ഞാ വിട്ടത്. പിന്നെ ഓരോ ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് മുതുകത്ത് വെള്ളം കെട്ടി കിടക്കുന്നത്. അങ്ങനെ വെള്ളം കുത്തിയെടുത്തപ്പോഴത്തേക്ക് അത് പഴുപ്പായെന്നും വെള്ളം അങ്ങ് പഴുപ്പായെന്നും ബോഡി ഫുള്ളായെന്നും പെട്ടെന്ന് കൊണ്ടുപോകാൻ ഇവിടെ അങ്ങനെ മെഡിക്കലിൽ കൊണ്ടുപോകുന്നത്. ഇത് കുനിച്ചീർത്തി ഇടിച്ചെന്നാ പറഞ്ഞത്. ഇങ്ങനെ ഇടിച്ചെന്നാ പറഞ്ഞത്. ഇരുന്നപ്പോ എവിടെ വെച്ച്? വണ്ടിക്കകത്ത് പോലീസ് ജീപ്പ്, ജീപ്പിനകത്ത് വെച്ച്. ഇവര് പറയുന്നത് ഇവരെ കൊണ്ടുപോയ സമയത്ത് പോലീസിനകത്ത് വെച്ച് തന്നെ തല താഴോട്ടാക്കിയിട്ട് തല മുടി പിടിച്ച് കുടിച്ചു നിർത്തിയിട്ട് നട്ടലിടിക്കുമെന്നൊക്കെ പറഞ്ഞാല് അവരത് തന്നെ പറയാം. ഈ പോലീസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷം സിയാദ് ആദ്യം ഇത് തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു ഇയാളാണ് എന്നെ ഇടിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ബാക്കി. ഇടിച്ചെന്ന് പറഞ്ഞത് പോലീസുകാർ പിടിച്ചോണ്ടുപോയി ഇടിച്ചെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ദേഹം മൊത്തം വേദന, പിന്നെ ചുമയായി, ശ്വാസം മുട്ടായി, ഇത്രയായി. ആളുമാറി പോലീസ് മർദ്ദിച്ചെന്ന് സിയാദ് പറഞ്ഞുവെന്ന് സിയാദിന്റെ ഉമ്മ വെളിപ്പെടുത്തി. ആള് മാറി എന്നെ അടിച്ചുമ്മാന്ന് പറഞ്ഞു പോലീസ്. എത്ര ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, വേറൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. മനസ്സാക്കാതെ കിട്ടി, നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് അറിഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലല്ലോ, അവനെ വിട്ടേക്കും, അങ്ങനെ നമ്മൾ പോകത്തില്ല ചോദിക്കും. സിയാദിന്റെ വാരിയലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളതായി ചികിത്സിച്ച ഡോക്ടർമാരും അറിയിച്ചതായി പെൺ സുഹൃത്ത് പറയുന്നു. സിയാദിനെ വിട്ടുകിട്ടാനായി പെൺ സുഹൃത്തും മക്കളും ജൂൺ 17 പുലർച്ചെ വരെ പോലീസ് സ്റ്റേഷനിൽ കാത്തുനിന്നു. കുണ്ട്ര സ്റ്റേഷനിലെ SI അതുലിനും കോൺസ്റ്റബിൾ ശ്രീജിത്തിനുമെതിരെയാണ് കുടുംബത്തിന്റെ ഗുരുതര ആരോപണം. സംഭവത്തിൽ സമഗ്രാന്വേഷണം നടത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അതേസമയം സിയാദിനെ മർദ്ദിച്ചിട്ടില്ലെന്ന് കുണ്ട്ര പോലീസ് പറഞ്ഞു. രാജ്കുമാർ. കണ്ടോ, ഈ വാർത്തയിൽ അവർ പറയുന്നത് പെൺസുഹൃത്താണ്, പെൺസുഹൃത്തും മകളുമായിട്ടാണ് ഈ പറയുന്ന സ്റ്റേഷനിൽ പോയി നിന്നത് എന്നുള്ളതാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഇത് റീസെന്റ് ആയിട്ട് വന്ന വാർത്തയാണ്. മുമ്പുള്ള വാർത്തയിൽ പറഞ്ഞത് ഭാര്യയാണ് എന്നുള്ളത്. അങ്ങനെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യയുടെ ഒരു ബൈറ്റെങ്കിലും വരേണ്ടതായിരുന്നു എന്നുള്ളത്. മേ ബി ഭാര്യയുമായിട്ട് പിണങ്ങി കഴിയുന്നതായിരിക്കാം. മേ ബി ഇപ്പൊ ഈ കൊച്ചെന്തുകൊണ്ട് പപ്പ എന്ന് വിളിക്കുന്നൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. മേ ബി നമ്മുടെ മുസ്ലിങ്ങൾ വാപ്പ എന്നാണല്ലോ വിളിക്കുന്നത്, പപ്പ പോയി എന്നാ പറയുന്നത്. എന്തോ ഒരു കൺഫ്യൂഷൻ ഇതിനകത്തുണ്ട്. എന്തൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ശരി തന്നെയാണ് ഈ നടന്നത് വളരെ ക്രൂരമായിട്ടൊരു പ്രവൃത്തിയാണ്. ഈ പറയുന്ന പോലീസുകാർ CPO സന്ദീപോ എന്തോണ് അവന്റെ പേര്, വാർത്ത നിങ്ങൾ കേട്ടല്ലോ. അപ്പം അവനും 2 പേരാണ് ഇതില് പിന്നീട് കുറ്റക്കാരായിട്ട് ഈ നമ്മുടെ കുടുംബം പറയുന്നത്. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വരാനുണ്ട്. അതുപോലെ DGP ഇതിന്റെ അന്വേഷണം പ്രഖ്യാപിച്ച് എന്താണ് നടന്നത് എന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഇത് വ്യാപകമായിട്ട് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്.
പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ നമ്മളിപ്പം ആ വീഡിയോയിൽ കണ്ട ആ പെൺകുട്ടിയുടെ ആ വോയിസ്, ആ ഒരു വേദന നിറഞ്ഞൊരു വോയിസ്, സ്വന്തം പപ്പ ഈ പോലീസുകാരൻ കള്ളക്കേസിൽ കുടുക്കി കൊണ്ടുപോകുന്ന വഴി ഇടിച്ചു കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായില്ലേ? ഒരു ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്വന്തം അച്ഛൻ, വളരെ ആരോഗ്യവാനായിട്ടിരുന്ന സ്വന്തം അച്ഛൻ പിറ്റേ ദിവസം ഇല്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ഒരു വിഷമം, അതുപോലെ അതിന് കാരണക്കാരൻ കള്ളക്കേസാണ്, ഒരു പോലീസുകാരനാണ് ഇങ്ങനെ ഈ രീതിയിൽ മർദ്ദിച്ച് തന്റെ അച്ഛനെ മരണത്തിനിടയാക്കിയത് എന്നൊക്കെ പറയുമ്പോഴുള്ള ആ ഒരു വേദന, ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. എന്തായാലും സത്യം തെളിയട്ടെ എന്നുള്ളത്. ഇതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് എനിക്കുണ്ട്. എന്തുകൊണ്ട് ആ ഒരു പെൺകുട്ടി 13 വയസ്സുകാരൻ പോയപ്പോൾ എന്തുകൊണ്ട് ആ ഒരു പെൺകുട്ടി എവന്റെ പേര് പറഞ്ഞു എന്നുള്ളത് നമുക്കത് ആദ്യം നോക്കണം. സിയാദിന്റെ പേര് എന്തിനു പറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം തൊട്ടടുത്ത ഒരാള് ഇപ്പം കാണാതായി എന്നുള്ള ഓർഡറിക്ക് തൊട്ടടുത്തുള്ള അവനാണ് കൊണ്ടുപോകും. അപ്പൊ അതിന്റെ ഇടയിൽ എന്തോ ഒരു ചേർച്ചയില്ലായ്മയാണ്. ചിലപ്പോൾ തെറ്റിദ്ധാരണ ആയിരിക്കാം, ചിലപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കാണാം, വഴക്കുണ്ടായി കാണാം, ഇവൻ തന്നെയാണ് തട്ടിക്കൊണ്ട് പോയത് എന്ന് കരുതി കാണാം. അതുമല്ല, സിയാദിന്റെ ഈ പറയുന്ന ഉമ്മയെ നമ്മൾ കണ്ടു, ഉമ്മയുടെ സങ്കടം കണ്ടു. ഉമ്മ പറയുന്നുണ്ട് എന്നെ ആള് മാറി ഇടിച്ചതാണ് എന്ന് സിയാദ് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പെൺകുട്ടി തന്നെ മറ്റൊരു വോയിസിൽ ഞാൻ കേട്ടു, പോലീസ് സ്റ്റേഷനിൽ ഇവിടെ പോലീസിൽ ഇറക്കിക്കൊണ്ടെന്ന് സിയാദ് പറഞ്ഞു, ഇതോ നിൽക്കുന്ന അവനാണ് എന്നെ ഇടിച്ചത്, എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും അവനെ വെറുതെ വിടരുത് എന്നുവരെ സിയാദ് മരണത്തിന് മുമ്പ് പറഞ്ഞു എന്നൊക്കെയാണ് ഈ പറയുന്ന മകളും പെൺസുഹൃത്തും എന്ന് പറയുന്നത്. എന്തായാലും സത്യം തെളിയട്ടെ, കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ കിട്ടട്ടെ. അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്യുമ്പോൾ കാണാം. ജയ് ഹിന്ദ്.